മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെടി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേക്കാതെ നാം ഒരു മധ്യരാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെടി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേക്കാതെ നാം ഒരു ഇത്രയും സ്നേഹം ലഭിച്ച ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാലില്ലല്ലോ. ഇത്രയും സ്നേഹം ലഭിച്ച ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാലില്ലല്ലോ. ദൈവത്തിനായിട്ട് വേർതിരിക്കുക അല്ലെ, അതാണ് നമ്മുടെ തലക്കെട്ട്. ഇവിടെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന കാര്യമാണ് എന്താണ്? നിങ്ങൾ എനിക്ക് വിശുദ്ധമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധമായിരിക്കണം. 3, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ വിശുദ്ധനായ ദൈവത്തിന് ഒരു ആഗ്രഹമാണ്. എന്താണ്? ദൈവത്തിന്റെ ജനം എങ്ങനെ ഇരിക്കണമെന്ന്? വിശുദ്ധിയോടെ ഇരിക്കണം, അഴുക്കൊന്നുമില്ലാത്ത അല്ലെ. നമ്മുടെ പുറമേ ദൈവം എപ്പോഴും നോക്കുന്നത് എന്താണ്? നമ്മുടെ ഈ പുറത്ത് നമ്മൾ എത്ര കുളിച്ച് എത്ര വൃത്തിയായി എന്ന്. അത് വേണം, വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ അതിനേക്കാളിലും ദൈവം നോക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയം. നമ്മൾ കുളിച്ച് നന്നായിട്ട് ഒരുങ്ങി വൃത്തിയായിട്ടെല്ലാം നടന്നിട്ടും നമ്മുടെ അകം കറുത്തിരുന്ന ഒരു പ്രയോജനമില്ല. ദൈവം എപ്പോഴും നോക്കുന്നത് എന്തെന്ന നമ്മുടെ പുറമേ അല്ല, നമ്മുടെ അകം. അപ്പൊ ദൈവം ഇവിടെ പറയാണ് എന്താണ്? യഹോവയായ ഞാൻ വിശുദ്ധനാണ്. യഹോവന്റെ ദൈവം ആരാണ്? വിശുദ്ധനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ മോളത്തെ വാക്കി നിങ്ങളും എനിക്ക് എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. ദൈവം വിശുദ്ധനാണ്. നമ്മുടെ അപ്പം നല്ലവനാണ്. മക്കൾ തലതിരിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുമോ? എന്റെ അപ്പം ഞാൻ എങ്ങനെ ഇരിക്കുന്ന അതുപോലെ എന്റെ മോളും ഇരിക്കണം. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മക്കളും വിശുദ്ധനായിരിക്കണം എന്ന് ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകല് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്. എന്താണ്? വിശുദ്ധരായിരിക്കണം. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയാം, 26 മൂന്നാമത്തെ വാക്യം, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു എന്ന്. ഈ ലോകത്ത് ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ദൈവം പറയാണ്, ഇതിന്റെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്ത് ഇങ്ങനെ ഇറക്കിയെടുത്തു. എന്നെക്കാളിലും എത്രയോ നല്ല പേര് ഭൂമുഖത്തുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നോ? ഇവിടെ വന്നിരിക്കുന്ന ഈ ചർച്ചിനകത്തിരിക്കുന്ന സകലർക്കും പറയാം, കർത്താവേ, എന്നെക്കാളിൽ എത്രയോ നല്ല ആൾക്കാർ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. നല്ല മനുഷ്യർ, സ്നേഹമുള്ളവരുണ്ടായിരുന്നു. എന്നെ പോലെ കപടവും വക്രതയും ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. പക്ഷെ അവരെ തിരഞ്ഞെടുക്കാതെ ദൈവം പറഞ്ഞു അതിൻ്റെ ഇടയിൽ നിന്ന് എന്നെ അങ്ങോട്ട് എന്ത് ചെയ്ത് മാറ്റിയെടുത്ത്. എന്തിനെന്നറിയാമോ? എന്നെ മാറ്റിയെടുത്തിട്ട് പറയണേ, ഇനി മോളെ നീ എങ്ങനെ ആയിരിക്കണം? നീ ഇതുവരെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇനി നീ എങ്ങനെ ആയിരിക്കണം? എന്നെ പോലെ ആവണം, അപ്പനെ പോലെ ആവണം. അത് പറയാൻ പറ്റും, ഞാൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്. എപ്പോഴാണ് നിങ്ങളെ ദൈവം വേർതിരിച്ചത്? ദൈവം നിങ്ങളെ വേർതിരിച്ചത്, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം വേർതിരിച്ചത് ഇന്നല്ല. നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്നപ്പോ ഇന്നല്ല ദൈവം വേർതിരിച്ചത്. എന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഞാൻ പറയണം, നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട്, നിങ്ങളെ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളെ ദൈവം ഇന്നല്ല കണ്ടത്. ഈ ലോകത്തെ ദൈവം മെനയുന്നതിന് മുമ്പേ, ഈ ലോകത്തെ ഉണ്ടാക്കി ദൈവത്തിന്റെ കരവിരുതായി ഈ ലോകത്തെ ദൈവം ഉണ്ടാക്കി എടുക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പ്ലാൻ ആണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഏതൊരു വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നെങ്കിലും ആ വിഷയം ദൈവം അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ഈ വിഷയം വരുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം.
നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നത് എന്തെന്നറിയാമോ? ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന് ദൈവസന്നിധിയിൽ വന്നതാ. ആരും ഇല്ലാതിരുന്നപ്പോഴാണ് ദൈവസന്നിധിയിൽ വന്നത്, അല്ലേ? ഒന്നുമില്ല. കർത്താവ് ഇനി അടുത്ത നിമിഷം എന്താവുമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അറിയാതിരുന്നപ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ വന്നത്. എപ്പോഴാണ് ദൈവത്തിനറിയാം ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും എന്നത് അവന് നന്നായിട്ടറിയാം. അവന് എപ്പോ അറിയാന്നറിയാം? ഇന്നല്ല അറിയാവുന്ന, പണ്ടേ അറിയാം. നിങ്ങൾ ഒറ്റപ്പെടുമെന്ന് അവന് അറിയാം. നിങ്ങൾ അനാഥരാകുമെന്ന് അവന് അറിയാം. നിങ്ങൾ രോഗികളാവും, നിങ്ങൾ ഭാരപ്പെടും, നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. ഇതുകൊണ്ട് എന്തെന്നറിയാമോ? കർത്താവ് അന്ന് ഇത് കണ്ടതുകൊണ്ട്, അന്ന് ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാകും എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധി ദൈവം നിങ്ങളെ കൊണ്ടെത്തിച്ചു. 2 തിമോത്തി 1:9 വാക്യം ഒന്ന് എടുക്കാമോ? അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. ആരാ വിളിച്ചത്? നിങ്ങൾ ഇവിടെ ഇതിനകത്തുനിന്ന് വന്നെങ്കില്, ദൈവത്തെ അറിഞ്ഞു വരാൻ ഇപ്പൊ പുതുതായിട്ട് 3 പേരും വന്നു, നിങ്ങൾ ഇതിനകത്ത് വന്നെങ്കില് ഇതിനകത്ത് പറയാണ്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. ദൈവം വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇതിന്. അല്ലാതെ ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിലോട്ട് കയറി വരാൻ എന്ത് വരത്തില്ല? മനസ്സ് വരത്തില്ല. അവൻ നിങ്ങളെ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, അപ്രവൃത്തി കൊണ്ടല്ല ദൈവം വിളിച്ചത്. ഇനി നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉണ്ടായിരുന്നവരെ നമ്മുടെ നല്ല പ്രവൃത്തിയൊന്നും കൊണ്ടല്ല ദൈവം വിളിച്ചത്. അടുത്ത പറയാണ്, സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശു നമുക്ക് നൽകിയതും ഇപ്പോൾ മരണം നീങ്ങുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷമതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരുന്നതിനുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ വിളിച്ചായിരുന്നു. അവസാനം തന്റെ സ്വന്തം നിർണയം, അല്ലെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചത് അനാദി നിർണയ പ്രകാരമാണ് വിളിച്ചത്. അല്ലെങ്കിൽ ഈ ഭൂമുഖത്തിൽ ദൈവം ഭൂമിയെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിലെ പ്ലാൻ ആയിരുന്നു. ആര് ഉറച്ചു പറഞ്ഞേ? ഈ കൈയൊന്ന് തൊട്ട് നെഞ്ചിലോട്ട് തൊട്ടിട്ട് പറ. ഞാൻ ആരുടെ ഹൃദയത്തിലെ? ദൈവത്തിന്റെ ഹൃദയത്തിലെ പ്ലാൻ ആയിരുന്നു. എഴുതിയ ലേഖനം 1:4 വാക്യം, നിങ്ങളെ അല്ലെങ്കിൽ എന്തിനാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്? നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാവണം? വിശുദ്ധരും നിഷ്കളങ്കനും ആവണം. അവന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മൾ അവന്റെ സന്നിധിയിൽ വിശുദ്ധനാവണം. കാരണം എന്റെ അപ്പൻ വിശുദ്ധനാണ്. എന്റെ അപ്പൻ വിശുദ്ധനായിരിക്കുന്നുണ്ട്, ഞാൻ ആരായി മാറണം? വിശുദ്ധനായി മാറണം. 2, നിഷ്കളങ്കനായിരിക്കും. നാൾക്ക് നാൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും വിശുദ്ധീകരണത്തിലോട്ട് വരാനായിട്ട് നമ്മുടെ കണ്ണുകളൊക്കെ, ഞാൻ സാക്ഷ്യം പറഞ്ഞതുപോലെ, നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റെല്ലാം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ വചനം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ കാണിച്ചു തരും ഈ തെറ്റെല്ലാന്ന് വിചാരിച്ച പല കാര്യങ്ങളും എന്താണ് കുഴപ്പമാണ് എന്ന് നമ്മളെ കാണിച്ചു തരും. അത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? മാറ്റാൻ ശ്രമിക്കും, അല്ലെ? അങ്ങനെ നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യും? വിശുദ്ധിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ, നിഷ്കളങ്കനായി മാറാനായിട്ട് ദൈവം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒന്നാമത് ദൈവം എന്തിനു നമ്മളെ വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്നാമത് അവന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. 2 ഒന്നാമത്തെ അധ്യായം അതിന്റെ 1:1 B പാർട്ട് അവിടെ ഇങ്ങനെ എഴുതിയാക്കാണ്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും. ബാക്കി അങ്ങനെ കുറച്ച് ലിസ്റ്റ് അവിടെ ഉണ്ട്, ഞാൻ അതവിടെ നിർത്തുകയാണ്. ദൈവം എന്തിനു നമ്മളെ വേർതിരിച്ചു എന്ന് പറഞ്ഞാല് അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ. ദൈവം വെറുതെ അല്ല ഈ കൂട്ടത്തിൽ നിന്ന് കഴിവില്ലാത്ത നമ്മളെ വിളിച്ചു മാറ്റിയെടുത്തത്. ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് ചുറ്റും ആരുണ്ട്? ഹൃദയം തകർന്ന് മുമ്പോട്ട് പോകാനുള്ള വഴി അടഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവം ഇന്ന് ഇറങ്ങി വന്ന ആരുടെ മുറിവിൽ എന്ത് ചെയ്യത്തില്ല? കെട്ടത്തില്ല. അവന്റെ കൈയായിട്ട് ഞാൻ ഇരിക്കണം, അവന്റെ കാലുകളായിട്ട് ഞാൻ പോകേണ്ട ഇടങ്ങളിൽ ഞാൻ പോകണം, അല്ലെ? തകർന്നിരിക്കുന്ന അനേക കുടുംബങ്ങൾ, ഇന്നും പാരമ്പര്യമായിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത ശൂന്യത പിടിച്ചു കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. തലമുറകളായി ഒരേ കുടുംബത്തിൽ ഒരു പ്രായം എത്തുമ്പോ എന്ത് ചെയ്ത് മരണപ്പെട്ടു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിങ്ങൾ കണ്ടുണ്ടോ അങ്ങനെയുള്ള കുടുംബങ്ങള്? അപ്പനൊരു പ്രായമായപ്പോ മരിച്ചു, അതേ പ്രായമായപ്പോ അടുത്ത തലമുറ മോനും മരിച്ചു, അതിന്റെ അടുത്ത എന്ത് ചെയ്ത് തലമുറ, ഇങ്ങനെ അവർക്ക് മുമ്പോട്ട് ആരവിടെ ചെല്ലും? ദൈവം വിളിച്ചെന്തിനാണ്? നമ്മൾ പോകണം.
കാരണം എനിക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അവരുടെ ശാപത്തെ കർത്താവ് കാൽവരി ക്രൂശിൽ മാറ്റിയെങ്കിൽ ഇന്ന് ആ അധികാരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അനേക കുടുംബങ്ങൾ ഞാൻ കടന്നു ചെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞാനിത് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കണം. ദൈവം അവരുടെ സ്ഥിതികളെ ദൈവം മാറ്റും. ഹൃദയം തകർന്നവരുടെ മുറിവിനെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സന്തോഷമുള്ളവരുടെ തിരിക്കാൻ ഒരുപാട് പേരുണ്ടല്ലേ? ആണോ? പക്ഷേ സങ്കടമുള്ളവരെ തിരിക്കാനായിട്ട് ആരുമില്ല. ഒരുവന്റെ സങ്കടത്തെ വേറൊരാൾ അറിയുന്ന പോലും ഇല്ല. പക്ഷെ നമ്മൾ അറിയണം. അതിനാണ് നമ്മളെല്ലാം കഷ്ടതയിലൂടെ കടത്തിവിട്ട് എന്തിനെന്നറിയാമോ? മറ്റുള്ളവന്റെ കഷ്ടത നമ്മൾ അറിയണം. പ്രയാസത്തിലൂടെ കടത്തിവിട്ടതിന്റെ കാര്യം, ഞാനും നിങ്ങളും ഈ കഷ്ടതയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ മറ്റൊരുവന്റെ വേദനയെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കും. നമ്മൾ എഴുന്നേക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി എഴുന്നേക്കണം. മുറിവ് കെട്ടണം. മുറിവ് കെട്ടുന്നവരായിട്ട് മാറണം. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. അപ്പൊ കർത്താവ് വിളിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിശുദ്ധനും നിഷ്കളങ്കനും ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഹൃദയം തകർന്നവർക്ക് മുറിവ് കെട്ടണം. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു വിടുതൽ നമ്മൾ എഴുന്നേറ്റ് പോയി എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കണം.